വെൽക്കം ടു മൈ ചാനൽ ലവ്ലി നെസ്റ്റ്. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ തുടക്കം ഒരു മധുരത്തിലാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കേക്കുമായിട്ടാണ്. കാരമൽ കാരറ്റ് കേക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് റെസിപ്പി എങ്ങനെയൊക്കെയെന്ന് കാണണ്ടേ? നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിവിടെ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, വാനില എസൻസ്, പിന്നെ 4 മുട്ട, 1/4 കപ്പ് റിഫൈൻഡ് ഓർ വെജിറ്റബിൾ ഓയിൽ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് 4 മുട്ട ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ബൗളാണ് നമ്മൾ എഗ്ഗ് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ബൗൾ എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം. അതായത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും അതിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞു പൊങ്ങി കിട്ടാൻ പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എഗ് ബീറ്റർ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യത്തിന് പതഞ്ഞു വന്നാൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ കൂടി ചേർത്ത് കൊടുത്തു. മൈദ ആയാലും നമ്മുടെ ഷുഗർ ആയാലും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ മിക്സ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. മൈദ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് വേണം എഗ്ഗിൻ്റെ മിക്സിലോട്ട് ചേർക്കാൻ. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനാണ്. എങ്കിൽ മാത്രമേ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരുമിച്ച് ഈവനായിട്ട് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം പൊങ്ങാനും ചില ഭാഗങ്ങൾ പൊങ്ങാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ കേക്കിനൊരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. ഇനി നന്നായിട്ട് മറിച്ചിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ മൈദ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ, അതായത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇതുപോലെ മെല്ലെ മറിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ ബാറ്റർ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടി. ഇപ്പോൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നേരം കൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യുന്നത് 5 മിനിറ്റ്സിൽ 5 മിനിറ്റിൽ മാക്സിമം ഡിഗ്രിയിലാണ്, 250 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഇനി അത് പ്രീഹീറ്റ് ചെയ്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ട്രേ റെഡിയാക്കാം. അതിന് മുന്നായിട്ട് ട്രേയിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ തടവി കൊടുത്തിട്ട്
മൈദപ്പൊടി ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്ത് ആ ട്രേ ഒന്ന് മെല്ലെ മെല്ലെ എല്ലാ സൈഡ്സിലും ആ പൊടിയൊന്ന് പറ്റി പിടിക്കുന്നത് വരെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് അതിൽ പിടിക്കാതിരിക്കാൻ, പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടാനാണ്. ഇനി നിങ്ങൾ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക, എല്ലാ സൈഡ്സിലും തട്ടി കൊടുക്കുക. ബാക്കി വരുന്ന പൊടി നമുക്ക് അതിൽ നിന്ന് മാറ്റാം. ഇനി ബേക്കിംഗ് പേപ്പർ ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ട്രേ ഏതാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ വേണം. കാരണം നമ്മൾ ഏത് ട്രേയിലാണോ നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നത് ആ ട്രേയുടെ പകുതി വരെ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് അത് പൊങ്ങാനുള്ളൊരു സ്പേസ് അതിനുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ട്രേയിൽ ഈ ഒരു ബാറ്റർ ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് അതിന് പൊങ്ങി വരാനുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ട്രേ നന്നായിട്ട് തട്ടിക്കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എയർ ബബിൾസ് എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തട്ടിക്കൊടുത്താൽ അതെല്ലാം പോയി കിട്ടും. അപ്പോൾ പിന്നെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതെല്ലാം തന്നെ ഒരു ഫിനിഷിങ് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഓവനിലോട്ട് വെക്കാം. ഇവിടെ ഞാൻ 30 മിനിറ്റിൽ 180 ഡിഗ്രിയാണ് വെക്കുന്നത്. 30 മിനിറ്റ്സിൽ 180 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഷുഗർ സിറപ്പാണ്. അതെങ്ങനെ നോക്കാൻ ഉണ്ടാക്കുന്നത് ഈസിയാണ്. 1 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം. നമ്മൾ പാന് ചൂടായതിന് ശേഷം അതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു, വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അത് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ജസ്റ്റ് ഷുഗർ ഒന്ന് അതിൽ തിളച്ച് വന്നാൽ തന്നെ സിറപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച് അതൊരു ചെറുതായിട്ടൊരു നൂൽ പരുവാവും. അപ്പോഴാണ് സിറപ്പ് റെഡിയാവുന്നത്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഐസിങ്ങിന് വേണ്ട വിപ്പിംഗ് ക്രീമാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 144 ഗ്രാം വിപ്പിംഗ് പൗഡറും 250 ml പാലുമാണ്. ഇനി നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് ബൗളാണ് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡും ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ നമ്മൾ ക്രീം പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതും ഒരു ടിപ്പാണ്. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ നമ്മൾ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് മെഷർമെൻറ്റ് നോക്കണം. ഇപ്പം നമ്മളെ ക്രീം തിക്കായി വന്നു, റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കാരമൽ സോസ് പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ ബട്ടറും. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നമ്മൾ ചെയ്തു പോകരുത്. കാരണം നമ്മുടെ ഷുഗർ കരിഞ്ഞു പോകാനും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറാനും സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്ത പാടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതും നന്നായിട്ട് മിക്സായി. ഇനി നെക്സ്റ്റ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അതും അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ഈ നേരം കൊണ്ട് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തു. കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ആ ബേക്കിംഗ് പേപ്പർ ഒന്ന് എടുത്തു മാറ്റാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ലെവലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം അതുപോലെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഐസിങ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്തു. ഇനി സൈഡ്സും കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 2 ലെയറിലും ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 ആൾമോസ്റ്റ് എല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ലെയറിൽ ക്രീം ഐസിങ് ചെയ്യാണ്. ക്രീം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ സൈഡ്സിലും. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടി അതിൻ്റെ മുകളിൽ അസംബിൾ ചെയ്യാം. ഇനി അതിൻ്റെ മുകൾ പോർഷനിലും കൂടി സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതുപോലെ തന്നെ ഐസിങ് വീണ്ടും ചെയ്യാം. സൈഡ്സും മുകൾ ഭാഗവും എല്ലാം ഒന്ന് ഐസിങ് ചെയ്ത് ലെവൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റെഡിയാക്കി വെച്ച കാരമൽ സോസ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിരൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക മുകൾ ഭാഗം ഇഷ്ടമുള്ള രീതിയിൽ. എന്നിട്ട് നട്ട്സ്, ഇഷ്ടമുള്ള നട്ട്സ്, കാഷ്യൂ നട്ട്സോ ബദാമോ വാൾനട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രഷ് ചെയ്ത് അതിന് മുകളിലൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. കഴിക്കാനും നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, മുടങ്ങാതെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. ദിസ് സൈനിങ് ഓഫ്.